ഹലോ കൂട്ടുകാരെ, കേതൻ്റെ ഏതെടുത്തേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക്, ഷെയർ, കമൻറ്റ് ഒന്നും മറക്കല്ലേ. നമ്മളൊരു അടിപൊളി ഒരു ഐറ്റമായിട്ടാണ് വന്നിട്ടുള്ളത്, ബീഫ് റോസ്റ്റ്. അപ്പോൾ എല്ലാവർക്കും അത് കഴിക്കാൻ ഇഷ്ടമാണല്ലോ. ഇപ്പോൾ ഈ ടൈപ്പിലൊന്ന് ഉണ്ടാക്കി നോക്കി ഇനി എല്ലാവരും. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ തുടങ്ങിയാലോ. ഒരു പാൻ ആദ്യം ഞാൻ അടുപ്പിലേക്ക് വെച്ചു. അതിലേക്ക് വെളിച്ചെണ്ണയ്ക്ക് വില കൂടുതലാണെങ്കിലും സാരമില്ല, വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം കേട്ടോ. അങ്ങനെ വെളിച്ചെണ്ണ ഇത്തിരി അധികം വേണം കേട്ടോ, കുറച്ച് വേണം, ഇത്തിരി അധികം വെളിച്ചെണ്ണ ഒഴിക്കണം. അതിലേക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിക്കണം. അതൊക്കെ അവരവരുടെ ഇഷ്ടമാണ്, കടുക് എത്ര വേണമെന്നുള്ളത്. എനിക്ക് കടുക് കുറച്ച് മതി, അതുകൊണ്ടാണ് കുറച്ച് മാത്രം ഇട്ടത്. അതിലേക്ക് നമുക്കിനി പെരിഞ്ജീരകം ഇടാം. 1 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. ഇപ്പം ഒരു ഫ്ലേവർ വരുമല്ലോ, നമ്മൾ ഗരം മസാല ചേർക്കുമെങ്കിലും പെരിഞ്ജീരകം ഇട്ട് ചെറുതായിട്ടൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് തേങ്ങാക്കൊത്ത്, നാളികേരം സ്ലൈസ് ചെയ്തത്, അത് ഇട്ട് കൊടുക്കുക. ഒരുപാടങ്ങ് മൂത്ത് പോകേണ്ട നാളികേരം, ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒത്തിരി മൂത്തൊരു ടേസ്റ്റിൽ ചെറിയൊരു പച്ച വേണം. അങ്ങനെ നാളികേരം ചെറുതായിട്ട് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് എണ്ണയ്ക്കകത്ത് ഇങ്ങനെ ഇളക്കി കൊടുക്കില്ലേ നമ്മൾ, അപ്പോഴേക്കും നമുക്ക് ചെറിയ ഉള്ളി മസ്റ്റാണ് ബീഫിന്. സവാള വേണമെങ്കിൽ ചേർക്കാം, മടിയുണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ ചെറിയ ഉള്ളി തന്നെ പൊളിച്ച് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കുക. അതിങ്ങനെ വഴണ്ട് വരുമ്പോഴത്തേക്ക് ഒരു സവാള ഞാൻ എടുത്തിട്ടുള്ളൂ. ഒരു സവാള ഫുൾ എടുത്തിട്ടില്ല ഞാൻ, അതിലൊരു പകുതി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അത് ലാസ്റ്റ് ഞാൻ പറയാം എന്തിനാണെന്ന്. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റണം. അപ്പം നിങ്ങൾ വിചാരിക്കും റോസ്റ്റ് ചെയ്യുന്നതിന് സവാള എന്തിനാണ് മാറ്റി വെക്കുന്നത്, അത് നമുക്ക് വഴിയെ കാണാം. ഒരു 2 പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്, അതിനകത്ത് 1.5 പച്ചമുളകേ ചേർത്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ കറി ലീവ്സ് ഇട്ടിട്ടുണ്ട്, അതും ഇട്ടിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇത് നമ്മൾ ഇങ്ങനെ കറി വെക്കുന്ന കൂട്ട് ഒരുപാട് അങ്ങ് ഗോൾഡൻ കളറൊന്നും ആയി വരണ്ട. അങ്ങനെ എല്ലാം ഇളക്കി 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 ഈ പരുവായിട്ടുണ്ട്, നമ്മൾ കണ്ടല്ലോ. അപ്പോൾ ഈ സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിടാം. ഞാൻ സെപ്പറേറ്റ് ചതച്ചതായിരുന്നു, കണ്ടില്ലേ. ഒരു 4-5 വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് ചതച്ചെടുത്തത്. ഞാനിത് ഇടികല്ലിൽ വെച്ചാണ് ചതച്ചത്, മിക്സിയിൽ അരച്ചല്ല കേട്ടോ എടുത്തത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1.5 ടേബിൾ സ്പൂൺ ചില്ലി പൗഡറുമാണ് ചേർത്ത്. കാശ്മീരി ചില്ലിയാണ് കേട്ടോ. അതെനിക്ക് ഇതിൽ കുറവ് തോന്നിയുകൊണ്ട് ഞാൻ 1/2 ടേബിൾ സ്പൂൺ കൂടി ചേർത്തിട്ടുണ്ട് ചില്ലി പൗഡർ. അങ്ങനെ 2 ടേബിൾ സ്പൂൺ ഇപ്പോൾ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. അത് ഇളക്കി കൊടുത്ത് കഴിയുമ്പോഴേക്കും നമുക്ക് മീറ്റ് മസാല ചേർത്ത് കൊടുക്കാം. ഞാൻ കിച്ചൺ ട്രഷറിൻ്റെയാണ് ചേർക്കുന്നത്. 1 ടേബിൾ സ്പൂൺ മീറ്റ് മസാല കൂടി ചേർത്ത് അത് ഇളക്കിയതിലേക്ക് നമുക്ക് കുക്കറിൽ വിസിലടുപ്പിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. ബീഫ് ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം, നന്നായിട്ട് എല്ലായിടവും മസാല പുരട്ടണം. ഇതിലേക്ക് നമ്മൾ ബീഫ് വേവിച്ച വെള്ളം ഉണ്ടല്ലോ, അത് 1 കപ്പ് ചേർത്ത് കൊടുത്ത് കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് അടച്ച് വെക്കാം. 15 മിനിറ്റ് ഇതിനെ അടച്ച് വെച്ച് വേവിക്കണം. ഇപ്പോൾ നേരത്തെ ചേർത്ത ആ വെള്ളമൊക്കെ കുറുകി വന്നിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ഒരു തക്കാളി, 1/2 സവാള, 1/2 പച്ചമുളകും ചേർത്തിട്ട് ഒരു പിഞ്ച് ഗരം മസാലയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് കറിവേപ്പിലയും തൂവാം. എന്നിട്ട് ഒരു പരുവം ഇളക്കി കൊടുക്കണം നൈസായിട്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഇനിയിപ്പം നമ്മൾ ആവിയിൽ ഇത് ഇളക്കി കൊടുത്ത ശേഷം നമ്മൾ അടച്ച് വെക്കുക. അപ്പം ഈ തക്കാളിക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വരും. റോസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ സവാളയും പച്ചമുളകും ഒക്കെ ചെറുതായിട്ട് കടിക്കണം. എൻ്റെ പൊന്നു, ഇതിൻ്റെ ഒരു ടേസ്റ്റ് വേറെയാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം, ഇന്നതൊന്നുമില്ല. അപ്പം ട്രൈ ചെയ്യണം മസ്റ്റായിട്ട്. ടാറ്റ, ഓക്കെ, ബൈ ബൈ.